ഹലോ! എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തേന്ന് പറഞ്ഞാൽ ഒരു വീക്ക്ലി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഒരു വീക്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് എടുത്ത ഒരു വ്ലോഗാണ്. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വിവാൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് യൂണിഫോം ഒന്നും വേണ്ട. അവർക്കിങ്ങനെ കിറ്റ് മാത്രം മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്നത്. ഉച്ചയ്ക്കാണ് ഇവർക്ക് സ്പോർട്സ്. രാവിലെ ഇപ്പോൾ ഇങ്ങനെ ഒരു പത്രം വായനയൊക്കെ ഉണ്ട്. ബസ്സിൽ ന്യൂസ് പേപ്പറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊന്ന് എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ പിന്നെ ജിമ്മിലൊക്കെ പോയി. അവിടുന്ന് പിന്നെ ഞാനിവിടെ ലിഡിൽ പോയി കേട്ടോ. ലിഡിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, ആ ജിമ്മിൻ്റെ അടുത്ത് തന്നെ. പക്ഷേ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഇന്നാണെ പിന്നെ എനിക്ക് കുറച്ചേറെ സമയമുണ്ട്. സ്കൂളിലേക്കാണ് ഇനി ഞാൻ ഡയറക്റ്റ് പോകുന്നത്. അപ്പോൾ സ്പോർട്സ് ഡേക്ക് പേരൻസിനെയൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന്. ഞാൻ ഇവിടുന്ന് ഒരു പിസ്സ വാങ്ങി. പിന്നെ ഇവിടെ കുറേ ഡോണട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുമ്പോൾ നമുക്കിങ്ങനെ ടെംപ്റ്റ് ആവും. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ പിസ്സ വാങ്ങിയത്. എന്തെങ്കിലും കഴിക്കണമല്ലോ വിശപ്പിന്. പിന്നെ ഇവിടെ കുറേ ഡ്രസ്സ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്നൊരു ബ്ലാക്ക് കളർ ടീഷർട്ട് എടുത്തു ജിമ്മിലിട്ടുകൊണ്ട് പോകാൻ വേണ്ടി. അങ്ങനെ 1, 2 ഐറ്റമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പിന്നെ ഞാൻ അവന്യൂവിലേക്ക് വിട്ടു. കുറേ സമയം വീണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അവന്യൂവിൽ പോയി ഇരുന്നിട്ടാണ് പിസ്സ കഴിച്ചത്. പിന്നെ ആലോചിച്ചു വെറുതെ അവിടുന്ന് പിസ്സ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ഗ്രെക്സിന്ന് മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം പിസ്സ നല്ല തണുത്തിരിക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് നമുക്ക് രണ്ടുപേരും കൂടെ കാറിൽ പോകാമെന്ന് പറഞ്ഞു സ്കൂളിലേക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂളിലെത്തി. പിന്നെ സ്പോർട്സ് ഡേ ഒക്കെ ഇവിടെ വളരെ ശോകമാണ്. 1, 2 ഐറ്റം മാത്രം കാണും മത്സരിക്കാൻ. ബാക്കിയൊക്കെ വെറുതെ പിള്ളേരെ ഇട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതാണ്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങ് പോയി കേട്ടോ. ഇത് അടുത്ത ദിവസമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എൻ്റെ കിച്ചണിൽ എനിക്ക് ചൂടുവെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം ചീത്തയായതാണ് ഈ ബോയിലർ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കാരണം കുറേ നാൾ ഇവർ അടച്ചിട്ടേക്കുമായിരുന്നു ഈ വീട്. മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരുപാട് പഴക്കമുള്ളതുമാണ് കേട്ടോ. അങ്ങനെ അത് മാറ്റാൻ വേണ്ടി ആളെത്തി. കണ്ടാൽ ഭയങ്കര വെയിറ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ നല്ല ഈസി ആയിട്ട് എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഇന്ന് മഴയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് സമ്മറാണെങ്കിലും മഴ ഇങ്ങനെ പെയ്യാറുണ്ട്. ഇപ്പോഴത്തെ വീടുകളിലൊന്നും ഈ ഒരു ബോയിലർ അല്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ടൈപ്പാണ്. നമ്മൾ പഴയ വീട്ടിലിരുന്ന സമയത്തും അതായിരുന്നു. അതാകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചൂടുവെള്ളം പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഇത് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇവരുടെ വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. പക്ഷെ സംഭവം കണ്ടപ്പോൾ അത് ഭയങ്കര വെയിറ്റ് ആണെന്നല്ലേ. പക്ഷെ ഒന്നുമില്ല. അതപ്പോൾ കവറാവും വെളിയിൽ ഇത് പോവാതിരിക്കാൻ അല്ലേ. ഹീറ്റ് ഇൻസുലേഷൻ. ജോലിയൊക്കെ നല്ല ക്ലീനാണ് അല്ലേ. എല്ലാം കറക്റ്റ്. വേസ്റ്റ് ഇടാനും അതുകൊണ്ട് വെള്ളം കളക്ട് ചെയ്യുന്ന നോക്കാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് നല്ല മഴയാണ്. അപ്പോൾ ഇത് ഞാനും ഏട്ടനും കൂടെ ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. ഇത് ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫേമസ് ഹോസ്പിറ്റലാണ്. കുറച്ച് നാൾ മുമ്പ് ഏട്ടന് കണ്ണിനൊരു ഇൻഫെക്ഷൻ വന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ GPയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരപ്പം റെഫർ ചെയ്തതാണ് ക്യൂൻ എലിസബത്തിലേക്ക്. പക്ഷേ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഒരുപാട് ലേറ്റായിപ്പോയി. പിന്നെ കിട്ടിയ സമയത്ത് എന്തായാലും പോയി ഒന്നുകൂടെ കാണിച്ച് നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ്. കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴ. അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ക്യാൻറ്റീനിൽ വന്നിട്ട് കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടെ വാങ്ങിച്ചു കേട്ടോ. കൊള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് സമയം കളയാൻ നോക്കി. പക്ഷേ സമയം അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പിന്നെ വീണ്ടും പോയിട്ട് എനിക്കൊരു ജ്യൂസും ചിപ്സും വാങ്ങിക്കൊണ്ട് തന്നു കേട്ടോ. പക്ഷേ ആ ചിപ്സ് വായി വെച്ചാൽ കൊള്ളില്ലായിരുന്നു. എന്തോ ഒരു ടേസ്റ്റ്. പിന്നെ കഷ്ടപ്പെട്ട് ഒന്ന് ഞാൻ കഴിച്ചു. അങ്ങനെ പിന്നെ നേരെ ഞങ്ങളിനി ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര തിരക്കും ബഹളമൊന്നുമില്ല കേട്ടോ. ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് എല്ലാവരും വരുന്നത്. പക്ഷേ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അവരൊരു പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടി. ഏകദേശം ഒരു 3/4 മണിക്കൂർ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ അപ്പോഴത്തേന് സമയം ഏകദേശം ഉച്ചയായി കേട്ടോ. അപ്പം പിന്നെ ലഞ്ചും കൂടെ കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് ഒരു റൈസും ചിക്കൻ കറിയും വാങ്ങിച്ചു. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കഴിക്കാൻ. ഇവിടുത്തെ ചിക്കൻ കറി കൊള്ളൂല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചത്. പക്ഷെ കഴിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും കൂടി ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. സാധാരണ ഉഷക്കുട്ടിയും വിമാനം അങ്ങനെ വരാറില്ല. ഇന്ന് അവരും കൂടെ കൂടിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് ബോറടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം കടയായിട്ടുള്ള ആസ്തയിലേക്ക്. എല്ലാ ആഴ്ചയിലും ഒരേ ഐറ്റംസൊക്കെ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഏതൊക്കെ സ്ഥലത്തായിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇപ്പോൾ മനഃപ്പാടമാണ്. അതുകൊണ്ട് വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഷോപ്പിംഗ് പെട്ടെന്ന് തീരും. കാരണം എല്ലാ സാധനവും എവിടെ ഇരിക്കുന്നതൊക്കെ അറിയാമല്ലോ.
അങ്ങനെ തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ ടോയ് ഷോപ്പിൽ 50% ഓഫൊക്കെ കണ്ടത്. അങ്ങനെ വെറുതെ ഒന്ന് കയറിയതാണ്. അപ്പോഴത്തേനും വിവാഹം അവന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അവൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് വന്ന ഉടനെ തന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു. നമ്മൾ കുറച്ച് മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് വറുത്തരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ട് എല്ലാം ഫ്രഷായിട്ടുള്ള മല്ലി, മുളക്, പിന്നെ സവാള, പിന്നെന്താണ് തേങ്ങ എല്ലാത്തിൻ്റെയും കൂടെ വറുത്ത് ഒന്ന് ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആയിട്ടില്ല. ഒന്ന് വഴറ്റി എടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കും. പിന്നെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ തക്കാളിയും ഒണിയനും എല്ലാം കൂടെ സെപ്പറേറ്റായിട്ടും കൂടെ ഒന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. റെസിപ്പി ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പെരുംജീരകം, പച്ചമുളക്, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതെല്ലാം കൂടെ അരച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇച്ചിരി കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മട്ടൺ സെപ്പറേറ്റായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി നല്ല അടിപൊളി മട്ടൻ കറി കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് പാലക്ക് തോരനും പിന്നെ ഇന്നലത്തെ മോരുകറി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു. ഇനി ഈവനിങ് വിവാൻകുട്ടിയും കൂട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വലിയൊരു സർപ്രൈസ് വിവാനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇന്ന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അവൻ വരുമ്പോൾ തന്നെ കാണുമെന്ന്. പക്ഷേ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതല്ലാതെ അതിനെ ശ്രദ്ധിച്ചു പോലുമില്ല. പിന്നെ വാൻ ഒരു മീറ്റിംഗ് വാ. എന്ത് നീ കണ്ടില്ലേ അത്? എന്താ എന്തൊരു വലുപ്പമാടാ അത്? എവിടെ ഓടുന്നു? കത്തിയെടുക്കാൻ പോയത്. പതുക്കെ പതുക്കെ സമാധാനത്തില്. പതുക്കെ പതുക്കെ. നല്ല പ്രൊട്ടക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ സൈഡിലെല്ലാം. തെർമോക്കോളെല്ലാം വെച്ചിട്ടുണ്ട്. പിടിച്ചോ? ഞാൻ പിടിക്കണോ? വെച്ച വിവാൻ പിടി. പിടിക്കണോ? കേസൽ കേസൽ. വർക്കാവുന്നേ. ചേച്ചി വരുമ്പോൾ സർപ്രൈസ് ആയിരിക്കും. ഇവൻ ഇത്ര നേരം നടന്നിട്ടൊന്നും ഇവൻ കണ്ടില്ല കേട്ടോ ഇവിടെ. ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരിക്കുന്നു കേട്ടോ. പിയാനോ വെക്കാൻ പറ്റിയ സ്ഥലം. നീ പഠിക്കണം. പഠിക്കണം പഠിക്കണം. കുറേ നാളുകൊണ്ട് വിവാൻകുട്ടി പറയുന്നുണ്ട് അവന് പിയാനോ പഠിക്കണമെന്ന്. ഇപ്പോൾ അവൻ അതിൻ്റെ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. 2-3 ക്ലാസ് ആയിട്ടേ ഉള്ളൂ. അപ്പം പ്രാക്ടീസൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും പിയാനോ വേണമല്ലോ. പണ്ട് എനിക്ക് വയലിൻ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഓൺ ചെയ്യടാ പാട്ട്. ഒന്ന് പെർഫോം ചെയ്യുന്ന പോലെ കാണിക്കട്ടടാ. ഏട്ടൻ്റെ വക പെർഫോമൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അതിൽ തന്നെ ഒരു 10 മ്യൂസിക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഓൺ ചെയ്ത് വിട്ടിരിക്കുന്നത്. വർഷയ്ക്കാണെങ്കിൽ സ്കൂളിൽ ക്ലബ്ബിൽ ഉണ്ടായിരുന്നു പിയാനോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്ത ദിവസമായി രാവിലെ ഇച്ചിരി വെയിലൊക്കെ കണ്ടു. പക്ഷെ ബസ്സിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴയായി.
ഇനി ഞാൻ റെയിൻകോട്ടും എടുക്കാതാണ് ഇറങ്ങിയത്. അതുകൊണ്ട് എന്തായാലും നനയാനുള്ള അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് നേരം വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വിമാനെ കൊണ്ടുപോയി വിട്ടിട്ട് വേണം ഇനി തിരിച്ച് അടുത്ത ബസ്സിന് ജിമ്മിൽ പോകാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒന്ന് തോർന്നു. അപ്പം പിന്നെ ഞാൻ ഓടിപ്പോയി വിവാൻകുട്ടിയെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് പിന്നെ നേരെ ഞാൻ ജിമ്മിലേക്ക് പോയി കേട്ടോ. അപ്പോഴത്തേനും ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ പെയ്യുന്നതേ ഉള്ളായിരുന്നുള്ളൂ. അങ്ങനെ ജിമ്മിലെത്തി ഇന്നത്തെ കസരത്ത് പരിപാടികളൊക്കെ ആരംഭിക്കണം. ഇടയ്ക്ക് കുറച്ച് ദിവസം പനിയൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ ഒരാഴ്ച ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ വീണ്ടും എൻ്റെ തൊണ്ടയ്ക്ക് അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മഴ വരും വെയിൽ വരും, മൊത്തത്തിൽ നമുക്ക് പണി തരുന്ന ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ സമ്മറും കൂടെ ആണ്, പക്ഷേ പേരിന് മാത്രമേ ഉള്ളൂ സമ്മർ. മഴയാണ് കൂടുതലും ഉള്ളത്. ഇന്ന് ഞാൻ ജിമ്മിലേക്ക് വേറെ ഡ്രസ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വിവാൻ്റെ സ്കൂളിലേക്ക് എനിക്ക് പോകണം. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പോകേണ്ടത്. അവിടെ ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ വിവാൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പെർഫോമൻസ്, ഒരു നാടകം പോലെ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് എനിക്ക് തിരിച്ചു വരാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ ഫ്രഷായിട്ട് സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. അതുകൊണ്ട് ഞാൻ നേരെ അവന്യൂവിലെത്തി. അങ്ങനെ ഗ്രെക്സിൽ കയറി ചിക്കനും പൊട്ടറ്റോയും പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉച്ചയ്ക്കാണ് എന്തെങ്കിലും നന്നായിട്ട് കഴിക്കണം. അപ്പം നാടകമൊക്കെ കണ്ടിട്ട് ഇനി വിവാനെ വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോഴത്തേന് ഏകദേശം 4 മണിയാവും. അതുവരെ പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടങ്ങ് പോകണമെന്ന്. അങ്ങനെ ഞാൻ നേരെ അവന്യൂൻ്റെ അവിടുന്ന് തന്നെ ബസ് കയറി കേട്ടോ. ബസ്സിൽ ആണ് നേരെ സ്കൂളിലേക്ക് പോയത്. നമ്മുടെ പഴയ സ്റ്റോപ്പുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്ത്, അപ്പോൾ ആ സ്റ്റോപ്പിലേക്കാണ് പോയത്. ഈ ഏരിയ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മുടെ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ബസ് കയറുന്ന ഒരു സ്റ്റോപ്പിലാണ് വന്നിറങ്ങിയത്. അങ്ങനെ ഇപ്പം നേരെ സ്കൂളിലേക്ക് പോകണം കേട്ടോ. ഇവിടെ ഇപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് നിന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ വരുന്നത്. ഫുള്ളിങ്ങനെ എല്ലാ പൂക്കളും ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സുഖമല്ലേ. എത്ര വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു വഴിയും കാര്യങ്ങളും. എൻ്റെ മിക്കവാറും വീഡിയോയിൽ ഞാൻ ഈ ഏരിയ ഒക്കെ കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ കുറേ നാളിന് ശേഷം വന്നപ്പം ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പോകേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. ഞാനാണ് സ്കൂളിൽ ആദ്യം എത്തിയത്. വേറെ പേരൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും എല്ലാവരും വരാൻ തുടങ്ങും. ഇതാണ് അവരുടെ ഷോയുടെ പേര്, ദ ഫാസ്റ്റ് ഫാഷൻ ഫാക്ടറി P620 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അകത്ത് കയറി കേട്ടോ. അപ്പോൾ വിവാദമുണ്ട് അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പം നാടകം തുടങ്ങും. ഇതിൽ അഭിനയിക്കുന്നവരുടെ പേരും പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോറിയുടെ ചെറിയൊരു സമ്മറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. But I can't stop. One day I want shoes that don't fall apart. Long hours. ഇന്നത്തെ വീഡിയോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.